സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജിനു ഉപ്പുതോടാണ്. ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ദൈവം നമ്മളെ ഒരു അവസരം നൽകി. അപ്പോൾ അതിന് ഞാൻ വളരെ സന്തോഷമുള്ളൊരു സമയം കൂടിയാണ്. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ രീതിയിൽ ഉപകാരപ്പെടും. ഞാൻ കുറച്ച് സമയം ഇദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ജിനു ചേട്ടാ, എനിക്ക് മനസ്സിലായൊരു കാര്യം, ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചൊരു ജീവിതമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചൊരു ജീവിതം. ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലേ? കലാകാരനാണ്. അപ്പൊ ഇദ്ദേഹം എത്രയോ ഗ്രോട്ടോ 22ാമത്തെയാണ് വിയ ഡൊളറോസ. 22ഓളം ഗ്രോട്ടകൾ പണിതു ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേവാലയങ്ങള്, പെയിന്റിങ്, പിന്നെ സ്കൂളുകള്, പിന്നെ വീടുകളില്, റിസോർട്ടുകൾ. അങ്ങനെ ഏകദേശം 22ഓളം ഗ്രോട്ടകൾ ചെയ്തു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് ഞാൻ പറഞ്ഞു, എവിടെയാണ് തുടങ്ങുന്ന സ്ഥലം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ചെയ്ത ഈ കാൽവരി മൗണ്ടിൽ ദേവാലയത്തിൽ ചെയ്ത വിയ ഡൊളറോസയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത്. അപ്പൊ അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആയിരുന്നു ഇദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണമെന്ന് തോന്നി. അപ്പൊ ഇന്ന് വീടൊന്ന് ജസ്റ്റ് കാണിച്ചാൽ, ഇത്രയുള്ള വീട്, ഇതാണ് ഇദ്ദേഹത്തിന്റെ വീട്. ഒന്ന് കാണിച്ചു കൊടുക്കാവോ? ഇത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ വീട് മുഴുവൻ ഇങ്ങനെ വരച്ച് മനോഹരമായിട്ട് വെച്ചിരിക്കുന്നു. ഇത് ഇവിടെ തന്നെ കിടക്കുന്നു. പിന്നെ ഇവിടെ ഇതാണ് നിങ്ങൾ വരുന്നുണ്ടോ? ഇവിടെ ചെറിയൊരു അൽത്താര പോലെ ഈശോയുടെ രൂപമുണ്ട്. മാതാവ്, പിതാവ്, ഇത് ഈശോയുടെ ഇവിടെ ഉണ്ണീശോ നമ്മൾ പള്ളിയിലെ കാണുന്ന പോലെ തന്നെ ഇതുണ്ടോ? ഇത് ഉണ്ണീശോ ജനിച്ച സംഭവം, അതിന്റെ ഈശോയുടെ മരണം, പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. ഈശോയുടെ മരണം, അതിനുശേഷം ഇവിടെ കല്ലറയുണ്ട്, അതിനുശേഷം ഈശോയുടെ ഉയർപ്പ്. ഈശോയുടെ ഉയർപ്പിന് ശേഷം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന നിത്യജീവൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മാലാഖമാര്, അങ്ങനെയുള്ള സ്വർഗ്ഗരാജ്യം, മാലാഖ, ഒരു നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ചെറിയൊരു മുറിയിൽ ഈ കലാകാരൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വിശ്വാസം എടുക്കുന്ന വലിയൊരു കാര്യം. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു മുറിയാണ്. നമുക്ക് കാണിക്കാം. നമുക്ക് ചേട്ടനെ കുറിച്ചാണ് ചോദിക്കാം. ചേട്ടാ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്നു. എന്താ പറയാൻ തോന്നുന്നത്? എങ്ങനെ തുടങ്ങുന്നത് എനിക്ക് അറിയത്തില്ല. സിമ്പിളായിട്ട് ജീവിക്കുക, അങ്ങനെ ഇതായിട്ടാണ് ഒരു കലയാണ് ഏറ്റവും ഇഷ്ടം. ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ദൈവം പറയുന്ന പോലെ രീതിയിലാണ് ഇപ്പൊ നമ്മള് ഒരു കൽപ്പനകളൊക്കെ ഇങ്ങനെ നല്ലൊരു ഇതായിട്ട്. ചേട്ടന്റെ വരകളും കാര്യങ്ങളെല്ലാം ദൈവം സംസാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നു. അങ്ങനെയാണ് ഗ്രോട്ടോ, അങ്ങനെ സംസാരത്തിലൂടെയാണ് നമ്മൾ ആ ഗ്രോട്ടോ ചെയ്യാൻ. മനസ്സിലോട്ട് ദൈവം ചില കാര്യങ്ങൾ തരും, അതനുസരിച്ച് നമ്മൾ ചെയ്യും. അങ്ങനെ നമ്മൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി വരയ്ക്കാനൊന്നും പറയും. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തിന്റെ ഇതിൽ തന്നെ നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് വരുവാണ്. ആ ഫീല് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യുക ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിച്ച് ബൈബിള് മൊത്തം പഠിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചാണ് അത് സെറ്റാക്കി എടുത്തത്. ഓരോ കാര്യങ്ങളും ഒരു കാര്യമാണ് ഞാൻ പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹോദരനാണ്. എന്നാലും ഇത്ര ത്യാഗം എടുത്ത് ബൈബിൾ മുഴുവൻ പഠിച്ചിട്ടാണ് ഈ ഗ്രോട്ടകളെല്ലാം ചെയ്യുന്നുള്ളത്. നമുക്ക് വലിയ ഒരു തുറവിക്ക് കാരണമാണ്. കാരണം ഇത്രമാത്രം സമയം ഇദ്ദേഹം എടുത്ത് പഠിച്ച് നോക്കി അത് മുറിയിലെല്ലാം ഈശ്വരൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ത്യാഗോടെ ഉണ്ടല്ലോ. ബൈബിള് ഫുള്ള് വായിച്ചു. ബൈബിള് വായിച്ചു. ഗ്രോട്ടോ ചെയ്യാൻ വേണ്ടി ശരിക്കും ബൈബിള് പഠിക്കേണ്ടി വന്നു. അപ്പോൾ ഈശോയുടെ ഗസവം പ്രാർത്ഥന തൊട്ട് സഹനത്തിന്റെ എല്ലാ വഴികളുമാണ് ചെയ്തത്. അപ്പം അത് മൊത്തം പഠിച്ചിട്ടാണ് അദ്ദേഹം ഒരുപാട് ബുക്കും വായിച്ചു. ബൈബിളും പിന്നെ ഒരുപാട് ബുക്കുകൾ പഠിച്ചു. ഒരുപാട് അറിവ് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഓരോ ബൈബിളില്ലാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം അതെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു ചെയ്തത്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, കാരണം വെട്ടത്തിന്റെ കുറവുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമുള്ള മുറിയിലുള്ള ആകെ ഒരു ചെറിയൊരു വെട്ടം, ചെറിയൊരു വെട്ടം. ഈ വെട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ അത്ര കാര്യമേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ഒരു രീതി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാം. ഈ മുറി, കാരണം നമ്മള് ഈ ചെറിയ ലാളിത്യത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും, ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് കാണിക്കുന്നത്. ചേട്ടൻ പറയാം. ഇവിടെ അത്യാവശ്യം കയറി വരുന്ന സ്ഥലം, ചെറിയൊരു അടുക്കളയാണ് പ്രധാനപ്പെട്ട കേട്ടോ. ചെറിയൊരു അടുക്കള, ഇത്രയൊരു അടുക്കള. ഇനി ഈ വഴി പുറത്തേക്ക് വരും. ഇത്രേ ഉള്ളൂ നമ്മുടെ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലം, ഇടുങ്ങിയ വഴി, ഇടുങ്ങിയ വഴി.
അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവിടെ തന്നെ ഇദ്ദേഹം ചെയ്ത ഏറ്റവും പ്രശസ്തമായ ആ ഗ്രോട്ട നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അവിടെ വെച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പോരെ സിനിമകളവരെ, അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വശം. ഇതാണ് ഇവിടെ വാതിലുണ്ട്, നിങ്ങൾ മുകളിൽ കാണാം വിയ ഡൊളറോസ. ഓക്കെ, അപ്പോൾ സഹനത്തിൻ്റെ വഴി. അപ്പോൾ നമ്മൾ സഹനത്തിൻ്റെ വഴിയിലൂടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇതാണ് പ്രധാനപ്പെട്ട വാതിൽ, കയറേണ്ട സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടെ തന്നെ രക്ഷാകര ശില്പാവിഷ്കാര സമുച്ചയം അതാണ് എഴുതിയിരിക്കുന്നത്. ഗെറ്റ്സ്മേ പ്രാർത്ഥന, യേശു ഒറ്റിക്കൊടുക്കൽ, പീലാത്തോസിന്റെ കൊട്ടാരം, അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എഴുതി സെഹിയോൻ കർത്താവിൻ്റെ 2ാം വരവ് വരെ നമ്മൾ ഫറൂസിയ, കർത്താവ് 2ാം വരവ് വരെ നമ്മൾ വിശ്വാസ പ്രമാണത്തിലും നമ്മുടെ വിശ്വാസവും എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ ശില്പമായിട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചെരുപ്പുകൾ അഴിച്ചു മാറ്റണം, ദൈവത്തോട് മാത്രം സംസാരിക്കണം, ചിത്രങ്ങൾ അത് കുഴപ്പമില്ല, നമ്മൾ ഭിത്തിയിലും പ്രവേശിക്കരുത്, അങ്ങനെ. അപ്പോൾ നമ്മൾ സിനിമകളെ നമുക്ക് ഒരുമിച്ച് ഈ കാഴ്ചകളിലോട്ട് കാണാം. നിങ്ങൾ പോരെ, നമ്മൾ ഒരുമിച്ച് കാണാം. വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമാണ്. നമുക്ക് ചേട്ടൻ ശില്പി തന്നെ നമുക്കിത് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരും കേട്ടോ. ഇത് യൂദാസ് ഒറ്റിക്കൊടുക്കുകയാണ് ഈശോയെ. ഗസം പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു ഈശോയെ. അപ്പം ഈ കഥ ഇതുപോലെ തന്നെ ചെയ്തേക്കുന്നു. പടയാളികൾ വന്ന് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈശോയെ കൊട്ടാരത്തിലോട്ട് കൊണ്ടാവുകയാണ്. നല്ല രീതിയാണ്. രാത്രിയിലാണ് കൊട്ടാരത്തിലോട്ട് വരികയാണ്. പിലാത്തോസിന്റെ കൊട്ടാരത്തിലോട്ട് വന്ന് കൈ കഴുകുന്നു. പിലാത്തോസിന്റെ അടുത്ത് വരികയാണ്. അപ്പം ആ കഥയെ അറിയാലോ. അതെ, പിലാത്തോസിന്റെ കൊട്ടാരത്തിൽ ഈശോയെ കൊണ്ടിരുന്നു. അവിടെ നമ്മൾ വീണ്ടും പോകുന്നത് ഈശോയെ കുരിശുമരണത്തിൽ വിധിച്ച സഹനിക്കുന്ന കർത്താവാണ്. കുരിശുകൊണ്ട് വീഴുന്ന സഹിക്കുന്ന കർത്താവ്. ആളുകളൊക്കെ നോക്കി നിൽക്കുന്നു, പടയാളികൾ ഉപദ്രവിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം നോക്കി സ്നേഹമുള്ളവരെ, സ്ത്രീകളെല്ലാവരും ഇങ്ങനെ വിഷമിച്ച് മുഖത്ത് ഭയങ്കര ദുഃഖവും വേദനയുമായി അവർ നിൽക്കുന്നു. കുഞ്ഞുങ്ങൾ പോലും വേദനിച്ച് നിൽക്കുന്ന സമയം. അതെ, ഈശോയുടെ സഹനം, ഈശോയുടെ മുഖത്തുള്ള വേദനയെല്ലാം ഈ പടയാളികൾ വഴി ബാക്കി എല്ലാവരുടെയും മുഖത്ത് കാണാൻ പറ്റും. ഈശോ എത്ര സഹിക്കുന്നു എന്നുള്ള ആ കാര്യമല്ല. പിന്നെ ഈശോയെ കുരിശിൽ അവിടെ തറക്കുന്നു. ഇനി മുകളിലാണ് കാഴ്ച. പിന്നെ അവിടെയാണ് കുരിശിൽ തറക്കുക. ഇവിടെയാണ് നോക്കി കാണാം. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. കുരിശേർക്ക് അപ്പൊ അത് തറയ്ക്കുമ്പോ തന്നെ സ്വർഗ്ഗപിതാവ് മുകളിൽ നോക്കുന്നുണ്ട് അല്ലേ. അവർ 3 പേരും ഇവിടെ കുറച്ച് ഇവിടെ കുരിശ് കയറ്റി ഈശോ കുരിശിലാണ്. ആ സമയത്ത് ഇവിടെ ത്രിത്വത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സഹനത്തിന്റെ സമയത്ത് നിങ്ങൾ ആരും വിചാരിക്കരുത് പരിശുദ്ധാത്മാവും പിതാവായ യേശു ഉപേക്ഷിച്ചു പോയെന്ന് വിചാരിക്കരുത്. ഇവിടെ കാണുന്ന മനുഷ്യരെ പോലെ തന്നെ അത്രമാത്രം പ്രാധാന്യത്തിലുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പുത്രനായ ഈശ്വരോട് ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു അർത്ഥം ഇതിനുണ്ട്. അതിനുശേഷം ഈശോയെ കുരിശയെ നിറക്കി ഇവിടെ ഈശോയെ കല്ലറയിലോട്ട് കൊണ്ടുപോകുന്ന ഭാഗമാണ്. ഈശോയെ കല്ലറയിലോട്ട് കൊണ്ടുപോകുന്നു. ഈശോയെ കല്ലറയിൽ അടക്കുന്നു. ഇവിടെ വന്ന് എല്ലാവർക്കും ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ശാന്തമായ സ്ഥലമാണ്. കർത്താവിൻ്റെ ഇരുന്നിരുന്നത് ഇവിടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ രൂപത്തിൽ നിൽക്കാം, ഇവിടെ സൈഡിൽ നിൽക്കാം. അതുപോലെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. കുറച്ച് ശാന്തമായിട്ടിരിക്കും, ഇവിടെ സാന്യമായിട്ടിരിക്കും, ഒന്നും അസ്വസ്ഥപ്പെടാതെ അല്ലേ, സമാധാനമായിട്ടിരിക്കുക, ശാന്തമായിട്ട് ഇരുന്ന് ഈശോയുടെ അടുത്തിരിക്കാം. ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും ഇത്. എല്ലാവർക്കും എല്ലാം ടെൻഷനുകളാണല്ലോ. അപ്പോൾ ഇവിടെ വന്ന് കുറേ നേരം ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ അതൊരു ഭയങ്കര ഇതായിരിക്കും, എനർജി. സന്തോഷമാണ് ഈശോയുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കല്ലറയിൽ നിന്ന് തന്നെ ഈശോയെ ഉയർക്കുന്ന സ്ഥലത്തോട്ടാണ് അടുത്ത് നമ്മൾ പോകുക. ഇത് പണ്ടത്തെ ആ കല്ല് കൊത്തിയിട്ടുള്ളൊരു ഇതായിരുന്നല്ലോ, കല്ലറയായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പോൾ ആ രീതിയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അടുത്ത് നമ്മൾ അടുത്ത് ഈശോയെ നമ്മൾ ഈശോയുടെ ഉയർപ്പാണ്. ഒരു വ്യത്യസ്തമായ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സഹനം എല്ലാം കഴിഞ്ഞ് ഈശോ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ സ്ഥലമാണ്. കർത്താവ് ഉദ്ധിതനായ കർത്താവിനെ നമ്മൾ കാണുന്നത്. ആ സൈഡിലെ കുരിശ് വെച്ചിട്ടുണ്ട്. 3 കുരിശിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നോക്കി ഇവിടെ പടയാളികളെല്ലാം
ഇങ്ങനെ പടയാളികളെല്ലാം വീണിരിക്കുന്നു. ഈശോ പൊങ്ങി പോകും, ഉയർത്തപ്പം പടയാളികൾ പേടിച്ച് ഇതായി. ഏറ്റവും പോസിറ്റീവായ ഒരു സമയമാണ് സർവാണ്. അതൊരു പൂന്തോട്ടത്തിലായിരുന്നു ഈ കല്ലറ ഇരിക്കുക. അപ്പം അത് ആ ഒരു പൂന്തോട്ടമാണ് അത് ഇങ്ങനെ. അല്ല ചേട്ടൻ ഇതെല്ലാം പഠിച്ചു കേട്ടോ, ബൈബിള് നന്നായിട്ട് പഠിച്ച് ഫുള്ള് പഠിച്ചു കുറേ സമയം എടുത്തല്ലേ? ഒത്തിരി എടുത്തു. ഓരോ സീൻ ചെയ്യുമ്പോഴും നമ്മള് ശരിക്കും പഠിക്കണമായിരുന്നു. അതെല്ലാം നമ്മൾ കഥ അറിയാവുന്ന ആൾക്കാർ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പം ഇവിടെ ഇരിക്കാൻ ഈ മരത്തിന്റെ ചൂട് നമുക്ക് ഇരിക്കാം. ഒരു മരത്തിന്റെ ഒരു ഫീലാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കഥയായതുകൊണ്ട് നമ്മളത് ചിത്രം പഠിക്കേണ്ട വന്നു. ശരിക്കും പഠിച്ചിട്ട് നമുക്കതൊരു അതായിട്ടുള്ള ഓരോ സീൻ കാണുമ്പോഴും ഓരോ സ്ഥലങ്ങളായിരിക്കും, ഫസ്റ്റ് സെക്കൻഡ് എല്ലാം അതിനനുസരിച്ച്. അപ്പം ഇവിടെ വന്നപ്പം ഒരു പച്ചപ്പും ഒരു പൂന്തോട്ടമായല്ലോ. അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള സാധനമാണ് ചെയ്തു. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ഇവിടെ പല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഈ രണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വർത്തമാനം പറയരുത്. ഞങ്ങളിത് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. സംസാരിക്കരുത്, ഇവിടെ ശാന്തമായിട്ട് ഇരിക്കുക, സൈലന്റ് ആയിട്ട് ബുദ്ധനായ വർത്തമാനം നോക്കി ഇരിക്കുക. പടയാളെല്ലാം പേടിച്ച് കിടക്കുന്നു, വീണ്. നമ്മുടെ സത്യം പറഞ്ഞ സ്നേഹമുള്ളവരെ ഒത്തിരി അഭിനന്ദിക്കണം. ഇപ്പം നമ്മൾ കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ സ്ഥലത്ത് നമ്മൾ പറയുന്നത് ഈ ഇത്രയും ഈ ഒരു എത്ര നാളെടുത്തു ഇത് പൂർത്തിയാക്കാൻ? ഒരു 447-42 ദിവസം. അതാണ് 442 ദിവസം എടുത്തു അല്ലേ? ഈ ഇത്രയും നാൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തിരി സഹനത്തിലൂടെ കടന്നു പോയത്. നല്ല സഹനമായിരുന്നു. സഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് വീട്ടിൽ അപ്പനെല്ലാം അസുഖങ്ങൾ വന്നു, പിന്നെ എനിക്കും നല്ല അസുഖങ്ങളായിരുന്നു. എന്നാൽ കാല് ചോര ഒരുപാട് പൊട്ടി, ഒരുപാട് ചോര പോയി. പിന്നെ എനിക്കെപ്പോഴും പ്രഷർ കുറവ്, എപ്പോഴും ആശുപത്രിയിലായിരുന്നു, ട്രിപ്പിടിയിലും ഹോസ്പിറ്റലായിരുന്നു കൂടുതലും. നല്ല സഹനമായിരുന്നു, നല്ല വേദനകളായിരുന്നു. നല്ല സഹനത്തിൽ കൂടെ തന്നെ പോയി ഈശോയുടെ. എന്നാലും നമ്മൾ തളർന്നില്ല. ഈശോ കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ അറിയാമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത് പഠിച്ച് അത് അറിയാം. ഒരു ഹിന്ദുവിൻ്റെ ഇതിൽ വന്നിട്ട് നമുക്ക് ബൈബിള് പഠിച്ചിട്ട് വേണം ഇത്രയും ചെയ്യാം. അപ്പം അല്ല, ഈശോ നമ്മളെ തിരഞ്ഞെടുത്തതായിരിക്കണം. അതെന്ന് വെച്ചാൽ അതാണ്, ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ഓരോ സാധനം, ഇപ്പോൾ ഈ പടയാളികളാണേലും ആ ഒരു എങ്ങനെയാണ് അത് വീണത് അതെല്ലാം ബുക്ക് തന്നെ. അപ്പം ബൈബിള് പഠിച്ച്, ബൈബിളല്ലാതെ പിന്നെ ബുക്ക് പഠിക്കേണ്ടി വന്നു. പിന്നെ ഒരുപാട് ഒത്തിരി കാര്യങ്ങളോട് പോകേണ്ട വന്നു. വെച്ചാൽ നമുക്കിതെല്ലാം ഒരു എല്ലാവരുടെയും മനസ്സിലുള്ള സംഭവമല്ലേ ഇത്. എന്നുവെച്ചാൽ എല്ലാവർക്കും. ഞാൻ കേട്ടിട്ടുണ്ട് രാത്രി 8 മണിക്കൊക്കെ ഇരുന്ന് വായിക്കാൻ തുടങ്ങിയാൽ, പഠിക്കാൻ തുടങ്ങി 3 മണിയൊക്കെ ഇരുന്ന് 3 മണി വരെയൊക്കെ രാത്രി ഒരു 3 മാസത്തോളം അങ്ങനെ ഇരുന്നു. നോക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ നിലവിട്ടോട്ടെ, ബൈബിള് വായിക്കാൻ അരമണിക്കൂർ കണ്ടെടുത്ത് പറ്റാത്ത സമയത്താണ് ഈ സഹോദരനെ ഇരുന്ന് ചെയ്ത് കേട്ടോ. 8 മണിക്ക് തുടങ്ങിയിട്ട് 3 മണി വരെ ഇരുന്ന് ഈ ബൈബിളിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു. അത്രയും പഠിക്കണം. എന്ന് വെച്ചാൽ എത്രയും ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങൾ നമ്മൾ എന്നിട്ട് മെമ്മറിയും വരും. എന്താ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഉയർപ്പിൻ്റെ സ്ഥലം നമുക്ക് മനസ്സിൽ വരിക, ഒറ്റിക്കൊടുക്കുന്നത് ആ സീൻ വരിക, കൊട്ടാരം, ഇതൊക്കെ നമുക്ക് പഠിക്കണം. ശരിക്കും പഠിക്കുമ്പോഴാണ് നമുക്ക്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ വന്ന് നമുക്കൊന്നും നമുക്ക് ഇവിടെ ഉയർപ്പിൻ്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സീൻ മൊത്തം തലയിൽ വരും. അപ്പം അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അതായിരുന്നു. അത് ഈശോ ആയിരുന്നു കേട്ടോ കൂടെ. സഹനങ്ങളുണ്ടായിരുന്നു, നല്ല സഹനമായിരുന്നു. സഹനം എന്ന് പറഞ്ഞാൽ ഇത് ഇട്ടിട്ട് പോകാൻ വരെയുള്ള അതുപോലുള്ള സഹനം വന്നിട്ടുണ്ട്. വെച്ചാൽ നമുക്ക് ഒരു മെൻ്റലി തന്നെ ഒരു പ്രശ്നമായിരുന്നു. എന്നുവെച്ചാൽ ഡിപ്രഷൻ്റെ ഒരു ഫീൽഡിലോട്ടൊക്കെ വന്നായിരുന്നു. അത്ര ടെൻഷനായിരുന്നു, ഫുൾ ടെൻഷൻ. അങ്ങനെ നല്ല ഇതായിരുന്നു. പക്ഷേ ഏറ്റവും മനോഹരമായിട്ട് ദൈവമഹത്വത്തിന് ദൈവമഹത്വത്തിൻ്റെ ഒരു ഇതിന് വേണ്ടി. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നോയമ്പെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. നോയമ്പായിരുന്നു, ഫുൾ നോയമ്പായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ നോമ്പും എടുക്കും, 50 നോമ്പും. നോയമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യം നിർത്തും. ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, ഇറച്ചിയും മീനും മുട്ടയും നിർത്തിയിട്ട് ലാസ്റ്റ് ദിവസം ഞാൻ വീഴാനൊക്കെ പോയിരുന്നു. പിന്നെ ട്രിപ്പ് ഇട്ടിട്ടാണ് അത് പറയാം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തായാലും ഈശോയ്ക്ക് വേണ്ടിയാണല്ലോ സഹനം. അപ്പോൾ ആ 50 ദിവസവും ഇറച്ചിയും മീനും മുട്ടയില്ലാതെ, ഫുഡും കുറവായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ശരീരത്തെ അറിയാം, ശരിക്കും ഒരു തളർച്ചയായിരുന്നു, ശരിക്കും തളർന്നു. പിന്നെ ലാസ്റ്റ് ഡോക്ടർ വഴക്ക് വരും. പിന്നെ ട്രിപ്പ് ഇട്ടിട്ടാണ് എന്നാലും എന്നോട് പറഞ്ഞ ഫുഡ്. ഞാൻ പറഞ്ഞു നോമ്പ് എടുത്താൽ അത്ര ശകനമായിട്ടുള്ള നോമ്പാണ്, അതുകൊണ്ടാണ് ഈശോ നമുക്ക് ഒരു ശക്തി ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഇത് തന്നത്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇടവക്കാരെല്ലാവരും പുറംവർക്കെല്ലാം, പക്ഷേ ഈ അതിൻ്റെ അകത്തെ വർക്കെല്ലാം ഞാൻ അച്ഛൻ തന്നെ വഴക്ക് പറയും. നിലയിടലും പരക്കം കൂട്ടലും എല്ലാം ഞാൻ തന്നെ, പരക്കം കൂട്ടും ഞാൻ തന്നെ നിന്ന് ഓരോ വർക്കുകൾ ചെയ്യുന്നു, എല്ലാം ഞാൻ തന്നെയായിരുന്നു. ഇതിൻ്റെ അകം പുറത്തൊക്കെ നമുക്ക് എല്ലാവരും കൂടി നമുക്ക് എല്ലാം റെഡിയാക്കാൻ വേണ്ടി കൂടി, പക്ഷേ അകത്തെ വർക്കുകളെല്ലാം ഒറ്റയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഓരോ സാധനങ്ങളും ഓരോ തീമുകളും പഠിച്ച് അങ്ങനെ അച്ഛൻ എന്നെ വഴക്ക് പറയും, എടാ നീ ഒരാളെ കൂട്ട്, അങ്ങനെ പറ്റില്ല,
തന്നെ തന്നെ എൻ്റെ നിയോഗമാണെന്നല്ലേ. അതെ, അത് ഈശോ ഉണ്ട്, ഈശോയും അമ്മയുണ്ട്, അവസരിപ്പിത് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം നമ്മളിവിടെ ഇവിടുന്ന് പോകണം, അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഉദ്ധാനം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും സ്ഥലങ്ങളുണ്ട്, ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പം നമുക്ക് പോവാം. ഇത് നമ്മുടെ ഇതാണ് സ്വർഗം. പിതാവ്, ഇതാണ് സ്വർഗം. സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, മാലാഖമാരുണ്ട്. ഇവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം കേട്ടോ. ഇത് ഇങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടെ നമ്മളെല്ലാവരും ഉണ്ടാകണം. അപ്പോൾ ഈ രൂപങ്ങളിൽ നിന്ന് നമ്മൾ തെളിയിക്കുന്ന കാര്യം എന്ന് പറയുക, ഇങ്ങനൊരു സ്വർഗത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നല്ലേ ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നെല്ലാവരും നമ്മൾ വായിച്ചല്ലേ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു 3 പേര് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു അതാണ്. അവിടെ എത്തണം, അവിടെ എത്താൻ വേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോഴേ ഭയങ്കര ഇതാണ്, തിന്മയുടെ ശക്തിയല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോരണം, ഒരു ഇതാണ് അതിൻ്റെ ഒരു നന്മയുടെ വഴിയെ പോരണം. നന്മയുടെ വഴി, തിന്മയെന്ന് മാറി നന്മ. ഇത് സൃഷ്ടിക്കണം, സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള യാത്രയാണ് കേട്ടോ. സഹനങ്ങളും വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ലക്ഷ്യം സ്വർഗമാണ്. ഇവിടെ എത്തണം. നമ്മൾ എങ്ങനെ പോയാലും സ്വർഗത്തിൽ, അതാണ് ഒരു. അതിനുശേഷം നമ്മൾ പെന്തക്കോസ്തായുടെ പരിശുദ്ധാത്മാവിന് പ്രത്യേകമായ ആഗമനം, സഭയുടെ ആരംഭം, അതിന് നമ്മൾ ഓർക്കുന്ന ഒരു മാതാവും ശിഷ്യന്മാരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം ഉണ്ടാകുന്നു. ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും തക്കവണ്ണം അവർ ദൈവത്തിന്റെ ധൈര്യത്താൽ നിറയുന്നു. അതാണ് നമ്മൾ ചേട്ടൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യണം. ആത്മാവിൽ നിറഞ്ഞ സഹോദരൻ ജിരിച്ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുപോലെ നമ്മളും ആത്മാവിൽ നിറഞ്ഞ് ഈശോയെ കൊടുക്കുന്നവരായിട്ട് മാറണം. ഇത് അനേകർക്ക് ദൈവവചനത്തിനും സാക്ഷിയായി മാറാനായിട്ട്, ദൈവത്തെ കൊടുക്കാനായിട്ട് സഹായകമാണ്. അതെ, ഈശോയുടെ 2ാം വരവ്. ഇതാണ് നമ്മൾ വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈശോയുടെ 2ാം വരവ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇതാണ്, കർത്താവിൻ്റെ 2ാമത്തെ വരവ്. ഈ 2ാമത്തെ വരവിന് വേണ്ടിയാണ്, ഇതാണ് കർത്താവ് 2ാം വരവിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം നമ്മൾ നവീകരിച്ച് വിശദീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. കർത്താവ് 2ാമത് വരും. കർത്താവിന് വേണ്ടി വരവിന് നമ്മൾ ഒരുങ്ങണം, നമ്മൾ പ്രാർത്ഥിക്കണം, വിശുദ്ധരായിട്ട് ജീവിക്കണം. വിശുദ്ധരായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഈശോ അറിഞ്ഞാൽ സ്നേഹമുള്ളൊരു, ഏറ്റവും സ്നേഹമുള്ള ഒരാളാണ് ഈശോ. എത്ര സ്നേഹം തന്നെനിക്കും, അത്ര ഒരു സന്തോഷമായിരുന്നു. നല്ല സഹനമാണെങ്കിലും തന്നെ ഈശോ കൂടെയുള്ളത് ഒരു പ്രത്യേക ഒരു ധൈര്യമായിരുന്നു, ഒരു സന്തോഷമായിരുന്നു. ഇതിനുള്ളിൽ ഞാൻ അറിഞ്ഞു കേട്ടതാണ്, ഇദ്ദേഹം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്നത് വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തുടങ്ങി നമ്മൾ സ്വർഗത്തിലെ വീട്ടിലെത്തി, സ്വർഗത്തിലെ വീടിൻ്റെ രീതിയിലുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള സമ്പത്ത് വീടും സ്ഥലങ്ങളെല്ലാം ഇദ്ദേഹം എഴുതി കൊടുത്തു. സഹോദരൻ എഴുതി കൊടുത്തു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ഗ്രോട്ടോയിലോട്ട് വന്നത്. അപ്പോൾ ഈശോയുടെ ഒരു ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പുറകിൽ ഒന്നും പാടില്ല, അങ്ങനെയാണ് ഈശോ. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അനിയന് മൊത്തം എഴുതി മൊത്തം കൊടുത്തു. എനിക്ക് ഇനി ഒന്നുമായിട്ടും ഈശോ മാത്രമേ ഉള്ളൂ, ഈശോയുടെ കൂടെ തന്നെ. അതാണ് നമ്മുടെ പുറകിലൊന്നും, സത്യം പറഞ്ഞാൽ അതാണ് നല്ലത്. നമുക്ക് ഒന്നും ശേഖരിക്കാൻ വേണ്ട, എന്തിനാ ശേഖരിക്കുന്നത്? സന്തോഷം അല്ലേ? നമ്മളെല്ലാം ചെറിയൊരു ഇതുണ്ട്, നമ്മളെല്ലാം ഇങ്ങനെ കിട്ടുമ്പോഴാണ് സന്തോഷിക്കുന്ന ഒരു ചിന്തയുണ്ട്. അല്ല, കൊടുക്കുമ്പോൾ ഇതെല്ലാം കൊടുത്ത് തീർത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ആനന്ദം വരുന്നുണ്ട്. അതാണ്. അപ്പോൾ ഞാനും ഒത്തിരി കൊടുക്കാൻ തീർക്കാനുള്ള മനുഷ്യനാണ്. എന്നാലും എനിക്കറിയാം അതാണ് സത്യം അറിയാം. കാരണം കൊടുക്കുമ്പോൾ തോന്നുമ്പോൾ ഉള്ളിൽ സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഭയങ്കര, പക്ഷേ ഇങ്ങോട്ടും പിടിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ടെൻഷനാണ്. ഇങ്ങോട്ട് പിടിക്കണം. അപ്പോൾ നമുക്ക് ഉറക്കമില്ല, ടെൻഷനല്ലേ. പക്ഷെ അങ്ങോട്ട് നമുക്ക് കൊടുക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കതിനും പ്രത്യേക ഒരു ഇതാണ്, നമുക്ക് ഉറക്കവും ഉണ്ടില്ല, എല്ലാം ഇതാണ് സന്തോഷം. അപ്പോൾ അത് ഈശോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തു പോകുക എന്നുള്ളതാണ്. ഇതിനുള്ളൊരു ഇതൊരു ആത്മീയ യാത്രയായിരുന്നല്ലോ. ഇതിൽ നിന്ന് കുറേ ആത്മീയമായ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേറെ ഇപ്പോൾ ഈ പരിസരത്ത് തന്നെ ഇദ്ദേഹം ചെയ്ത ഒരു കപ്പലല്ലേ, ഒരു കപ്പലുണ്ട്. അപ്പൊ ഞങ്ങൾ അത് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കുരിശിന്റെ മുകളിൽ, കുരിശിന്റെ മുകളിലുണ്ട്, കുരിശിന്റെ മുകളിലൂടെ പിയാത്തയുണ്ട്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും. കർത്താവ് 2ാമത്തെ വരവിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇനി കുറച്ച് ഇതിന്റെ മുകളിലോട്ട് നമ്മൾ കയറാണ്. അവിടെയാണ് കർത്താവിന്റെ കുരിശുമരണം, കുരിശെ നിറക്കി കിടത്തി അവിടെ അങ്ങോട്ട് കണ്ടിട്ട് നമുക്ക് കുരിശുമായിട്ട് മലയിലോട്ട് കയറി പോകുന്നതൊക്കെ. ഇനി നമ്മൾ കാൽവരി യാത്രയാണ്. കുരിശുമായിട്ട് ഈശോ മുന്നോട്ട് പോകുന്നു. ഈശോടൊപ്പം നമ്മൾ കാൽവരി യാത്ര ചെയ്യുന്നൊരു
ശില്പങ്ങളാണ്. ഇതാണ് ഈശോ കുരിശുമായിട്ട് കുരിശുമായിട്ട് കാൽവരിയിലോട്ട് പോവാണ്. കുരിശുമരണത്തിലോട്ട് ഈശോയെ പടയാളികൾ തല്ലി ഒരുപാട് സഹനത്തോടു കൂടിയാണല്ലോ ഈശോ കയറി പോണത്. അപ്പോൾ ആ ഒരു സീനാണ് ഈ കല്ലും ഇതൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ കാണുക ഇതിൻ്റെ പ്രദേശങ്ങളൊക്കെ നോക്കി മനോഹരമായ പ്രദേശങ്ങളാണ് ഇവിടെ ചുറ്റോട്ടം. മനോഹരമാണ്. കാൽവരി മൗണ്ട് എന്ന് തന്നെ സ്ഥലത്തിൻ്റെ പേരും. അങ്ങോട്ട് നോക്കി കാൽവരി മൗണ്ട് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ്. തണുപ്പ് എപ്പോഴും മഞ്ഞും തണുപ്പുമായിരിക്കും. കുരിശിലൊക്കെ അതുപോലെ തന്നെ ബ്ലഡൊക്കെ ഇതിനകത്ത് സ്വന്തം കയ്യിൽ രക്തം വല്ലതും ഉണ്ടോ? ഇഷ്ടംമാതിരി ബ്ലഡ് ഇതിൽ വീണു. ഒത്തിരി ഈശോയുടെ രക്തം കാലെല്ലാം വീണ പോലെ തന്നെ അതിന്റെ ഒത്തിരി ബ്ലഡ് ചീറ്റിയിട്ടുണ്ട്. ഞാൻ കാല് പൊട്ടിയിട്ട് ഒരുപാട് ബ്ലഡ് വീണിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ ഈശോ എന്തായാലും അത്രയും വേദന നമുക്ക് ഒന്നുമല്ല, കടുക് പോലുമല്ല, പക്ഷേ ഏകദേശം എന്നാലും അത്യാവശ്യം വേദന സഹിച്ചു. ഇതിനോട് കുറെ സഹിച്ചു. എനിക്ക് തോന്നുന്നു പപ്പയുടെ മരണമൊക്കെ ആ സമയത്ത് എന്ന് വെച്ചാൽ ഈ ബെഞ്ചിരിപ്പിന് സത്യം പറഞ്ഞാൽ അതൊരു 5 മണി തൊട്ട് ഞാൻ വർക്കിന് തുടങ്ങി. എന്ന് വെച്ചാൽ അപ്പൻ മരിക്കുക ജനുവരിയിലായിരുന്നു ഇതിൻ്റെ ബെഞ്ചിരിപ്പ്. അപ്പം മരിക്കുന്നത് ജനുവരി തന്നെയായിരുന്നു. അപ്പം മരണത്തിൻ്റെ ഇതൊന്നും എനിക്ക് കൂടാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. പിന്നെ അത് വെളുപ്പിനുള്ള സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു മെമ്മറി ഒന്ന് ഓർത്ത് നോക്കിയാൽ അറിയാം. ഒരു ആശുപത്രിയിലും അത്രയായിരുന്നു. പക്ഷേ അതാണ് ഈശോയുടെ ഒരു ശക്തി. ഈശോ ഉണ്ടായിരുന്നു കൂടെ അല്ലേ? ഈശോ ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഇതാണ് കുരിശാണ്, ഈശോയുടെ കുരിശ്. കുരിശിൽ 3 ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഹീബ്രു, രണ്ടാമത്തെ ഗ്രീക്ക്, ലാറ്റിൻ, 3 ഭാഷകളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈശോയുടെ കുരിശ് ബ്ലഡും. അതെ. കുരിശ് ഇനിയിപ്പോൾ കുരിശിൽ ഈശോ ഇല്ല. കുരിശിൽ ഇവിടെ ഉള്ളത് ചെയ്യാത്ത രൂപമുണ്ട്. മാതാവ് ഈശോയെ ചാരി മകൻ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഏറ്റവും വിശുദ്ധമായ രൂപം. അതെ. രാത്രിയിലൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അല്ലേ? ഇപ്പോൾ ഞാൻ പകലാണ് മനോഹരമാണ്, പക്ഷേ രാത്രി വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഫീൽ ആയിരിക്കും ഇവിടെ. അപ്പോൾ ആ സമയം അനുസരിച്ചാണെങ്കിൽ വളരെ നല്ല. നിങ്ങൾ ആ പ്രദേശം ഇതെല്ലാം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നു. അവിടെ മലയാണ്, അവിടെ ആ സൈഡിലെല്ലാം മല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാം മഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഞ്ഞ് കയറും, മലയാണ്. അപ്പം അതെല്ലാം നമുക്കൊരു നല്ലൊരു ആത്മീയ അനുഭവം തരും. പ്രകൃതി പോലും നമ്മളെ ആത്മീയത വളർത്താൻ സഹായിക്കും. ഇന്ന് പ്രാർത്ഥിക്കും, സ്വസ്ഥമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കും, ഈശോയുടെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിപ്പിക്കും, ഈശോയുടെ 2ാം വരവിനെക്കുറിച്ച് ധ്യാനിപ്പിക്കും, അവരുടെ പ്രത്യക്ഷ അനുഭവത്തെക്കുറിച്ച് ഇതെല്ലാം ധ്യാനത്തിന് ഒരു വകയാണ്. കണ്ടിട്ട് പോകല്ല, ജസ്റ്റ് കണ്ടിട്ട് പോകല്ല. അത് കാണുമ്പോൾ എന്ത് ചെയ്യും? കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം സംഭവിച്ചു എന്നൊരു ചിന്ത നമ്മൾ മനസ്സിലുണ്ടാകണം അല്ലേ? അതിന്റെ ലക്ഷ്യം അതാണ്. അതിനുവേണ്ടി ഒത്തിരി എഫേർട്ട് എടുത്തു, ബൈബിൾ നന്നായിട്ട് പഠിച്ചു, സഹനങ്ങളിലൂടെ കടന്നുപോയി, ഉപവാസങ്ങളെടുത്തു, പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമാണ് ഇത്. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല, കഴിവുകാരം ഉണ്ടാക്കിയെടുത്തല്ല. എൻ്റെ കഴിവെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈശോ അത്ര ആ സഹനവും ആ ഒരു പഠിത്തവും അതിൽ കൂടെ വന്ന ഒരു ഇതാണ്. ശരിക്കുമായിട്ടും പഠിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ മെമ്മറി ഫുള്ള് ആ ഒരു ഇത് ഫുള്ള് അത് എങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ ഒത്തിരി നന്ദി. അപ്പോൾ ഇവൻ്റെ മുകളിൽ നിങ്ങൾ കാൽവരി കൊണ്ട് വരുമ്പോൾ പറയും ഇവിടെ മുകളിൽ ഒരു കപ്പൽ ഇതൊക്കെ ഉണ്ടാക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കപ്പൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ പോകണം. നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ആത്മീയ വീഡിയോ ആയിട്ട് നിർത്താം. ഒരു കപ്പലിലോട്ട് പോകണ്ട അല്ലേ? ഒരു ആത്മീയ വീഡിയോ ആയിട്ട് നിർത്താം അല്ലേ? അത് വേറെ നമുക്കൊരു ലൂർദ് എന്നുള്ളൊരു അത് പറഞ്ഞു. അതിന്റെ അങ്ങേ വശമായിട്ട് ലൂർദും കൂടെ ഉണ്ട്. ലൂർദ് മാതാവിന്റെ ഒരു ഗ്രോട്ടോ. ഈ ഗ്രോട്ടോയുടെ അങ്ങേ വശത്ത് ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോ ഉണ്ട്. അത് നിങ്ങൾ വരുമ്പോൾ കാണുക. ഇതിനോട് ചേർന്ന് തന്നെ ലൂർദ് മാതാവിന്റെ അത് അദ്ദേഹത്തിന് മാതാവിനോട് പ്രത്യേക ഭക്തിയുണ്ട്. മാതാവിനോടുള്ള ഒരു സ്നേഹം. അതുകൊണ്ടാണ് ലൂർദ് മാതാവിന്റെ ഒരു ഗ്രോട്ടയും അവിടെ ഉണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇങ്ങനെ നോക്കി ഇദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ ഗ്രോട്ടയുടെ പിന്നിലുള്ള ഇദ്ദേഹത്തെ ത്യാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എത്ര ദിവസം 447 ദിവസത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. ഏകദേശം നിങ്ങൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ഇനിയും വരിക. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ഇവിടുത്തെ ഈ സന്ദർശനവും ഇവിടുത്തെയുള്ള ഈ സമയത്തുള്ള പ്രാർത്ഥനയെല്ലാം കൂടുതൽ വിശുദ്ധിയിലും സ്നേഹത്തിലൂടെ വളരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ചേട്ടനെ ഒത്തിരി നന്ദിയോട് ഓർക്കുന്നു. അല്ല, ഇത്ര ഒരു കാര്യം ദൈവം ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതിനുവേണ്ടി ചേട്ടൻ സഹകരിച്ചു. അതിനുവേണ്ടി ചേട്ടൻ്റെ ത്യാഗം ഏറ്റെടുത്തു. അതിനുവേണ്ടി ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി, നോമ്പുകൾ നോറ്റു, എന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനൊക്കെ കർത്താവ് പ്രതിഫലം നൽകട്ടെ. അതാണ് പ്രാർത്ഥന. അപ്പോൾ സാധിക്കുന്നവരെല്ലാം ഈ ദേവാലയത്തിൽ വരിക, ഇവിടെ വന്ന് ഇവിടെ സന്ദർശിച്ച് പോവുക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.